പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂളാണ്. കോഴിക്കോട് നിന്ന് നേരെ തൃശ്ശൂർ എത്തി രാവിലെ ഒരുങ്ങി ക്ലിയർ ആയിട്ട് നിൽക്കുമ്പോഴേക്കും എൻ്റെ അനിയന്മാരൊക്കെ വന്ന് ഉദ്ഘാടനം. ഇത് തിങ്കളാഴ്ച രാവിലെ കേട്ടോ. ഉദ്ഘാടനം ചെയ്യാനുള്ള കൈകൾ വൃത്തിയാക്കാനുള്ള നേരെ പോയി നല്ല മഴയുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, ഒരു സിനിമാ നടനൊക്കെ ഉണ്ട്. നിങ്ങൾ ആളെ കണ്ടുള്ള ഞാൻ ഇറങ്ങി പോയാലോ എന്ന് ആലോചിച്ചു. അദ്ദേഹം ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് അവിടെ. നല്ല ആവേശമുള്ള ആളുകളായിരുന്നു. ഉദ്ഘാടനം തകർത്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉദ്ഘാടനം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൊടുത്തു, അടിച്ചു പൊളിച്ചു. ആ ക്ലാസ്സിലാണ് നമ്മുടെ വീഡിയോ വൈറലായത്, ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ. അത് കഴിഞ്ഞ് നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടു. ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നമ്മുടെ ക്ലാസ് ശ്രീവത്സം ടെക്സ്റ്റൈൽസിന്റെ സ്റ്റാഫിന് അടിപൊളി മനുഷ്യന്മാരായിരുന്നു, തകർത്തടിച്ചു. വൈകുന്നേരം മോള് ഫോൺ ചെയ്തു, എന്തേ ഉമ്മത്തായോ. പിറ്റേ ദിവസം അവർ തന്നെ വേറെ ബാച്ചിൽ അയ്യോ ഡാൻസ് ഒക്കെ ചെയ്ത് തകർത്തടിച്ചു. അവിടെ നിന്ന് ഇതാ നേരെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി നല്ല മഴ കിട്ടി. പ്രിപ്പറേഷനൊക്കെ ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എത്തി. ഫാഷൻ ജ്വല്ലറി ആൻഡ് ടീം വൈകുന്നേരം ഹൈസിന്ത് ഹോട്ടലിൽ പോയി റൂം എടുത്തു. അവിടെ വൻ സ്വീകരണമായിരുന്നു. നല്ല സ്റ്റാഫ് കേട്ടോ ഹൈസിന്തിലെ, വെരി വെരി പ്രൊഫഷണൽ, അടിപൊളി. അപ്പോഴാണ് നോക്കുമ്പോൾ കൽക്കി റിലീസായത് കേട്ടോ. നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇന്നലത്തെ വീഡിയോ 5.4 മില്യൺ ഒറ്റ ദിവസമുണ്ട്. ബുഹാരി ഹോട്ടലിൽ ഫുഡ് അടിച്ച് നേരെ ഹൈസിന്തിൽ തിരിച്ചു വന്ന് അവരെനിക്ക് യാത്രയപ്പൊക്കെ തന്നു. പിറ്റേ ദിവസം ചാടി പറഞ്ഞൊന്ന് കുളിച്ച് റിലാക്സ് ആയിരുന്നു. നമുക്ക് പ്രിപ്പറേഷൻ നടക്കണം ഇതിൻ്റെ ഇടയിൽ. തിരുവനന്തപുരത്ത് എപ്പോൾ വന്നാലും ഞാൻ ആര്യ നിവാസി കയറി ഫുഡ് അടിക്കുക. ഒറ്റ പൊണ്ണോ കിട്ടില്ലൻ ഫുഡാണ് ലഞ്ച്. അന്ന് ഉച്ചയ്ക്ക് നേരെ തിരുവനന്തപുരത്ത് നിന്നും എങ്ങോട്ടാണ്, നേരെ ദുബായിൽ പോയി ഷെഫീഖൻ ടീം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷെഫീഖിൻ്റെ പുതിയ ഹോട്ടലിൻ്റെ ഒരു ഡിഷ് ഞാൻ ഉദ്ഘാടിച്ചു. നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ്റെ 80 പേർക്കുള്ള ടിക്കറ്റാണ് വെച്ചത്. പക്ഷെ വന്നത് 100-ലധികം പേര്. അടിപൊളി ഗ്രൂപ്പായിരുന്നു. നമുക്ക് അതിൻ്റെ ഇടയിൽ ആ ആളൊക്കെ ഉണ്ട്. നിങ്ങൾ PMA4. ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എന്നെ കണ്ടുടനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്നു. എനിക്കൊരു ബുക്ക് സമ്മാനമായി തന്നു. കിടലൻ മനുഷ്യനാട്ടോ. നേരെ തിരിച്ചു വീട്ടിൽ എത്തി. ഇതേ എയർപോർട്ടിൽ കുഞ്ഞാവ ടീമൊക്കെ വന്ന് വീട്ടിലെത്തി. എത്തി 8 മണിക്ക് എത്തി. 8:30 തന്നെ ഇറങ്ങി. നേരെ അവിടുന്ന് ഞങ്ങൾ പയ്യന്നൂർ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ തന്നെ ഉദ്ഘാടനം, വീണ്ടും ഉദ്ഘാടനം, പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടനം. എയർബോണിൻ്റെ കിടിലം മക്കളുടെ ഞാൻ വേറെ വീഡിയോ ഇറക്കിയില്ല ആ കുട്ടികളെ കുറിച്ച്. അത് കഴിഞ്ഞ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ളൊന്ന് റിലാക്സ് ആയി. റെയിൽവേ സ്റ്റേഷനിൽ കയറി പണ്ടേതോ ക്ലാസ്സിലിരുന്ന ഒരു ഉമ്മയും മോളും. നല്ല മഴ കിട്ടി. സ്കൂട്ടറിൽ ആണ് വരുന്നത്. ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. മഴ. അങ്ങനെ ഞങ്ങളിതാ 8 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു, കയ്യിൽ 1 കിലോ ചെമ്മീനുമായി. ഇത് തീർന്നില്ലേ? കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 2 ദിവസം വീട്ടുകാർക്ക് കൊടുത്ത് റാസൽ ഖൈമയിലേക്ക്. എന്താ ഹോട്ടലിന്റെ പേര് മറന്നുപോയി. ഇതിലുണ്ട് അജ്മാനിലെ ഹോട്ടൽ. മക്കളെ, ഇതാണ് മലയാളികൾ താമസിക്കുന്നത് ഇവിടെ, റാഡിസൺ ബ്ലൂ ഹോട്ടൽ. പക്ഷെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി നമുക്ക് തട്ടുകടേ പറ്റുള്ളൂ. മോട്ടിവേഷൻ. നിങ്ങൾ കാസർഗോഡ്? അവിടെ ഒരു 300 crore ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റാഫിനുള്ള ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ആ ചങ്ങാതി ഉണ്ടല്ലോ, നമുക്ക് ഒരു ഫുൾ മട്ടൺ വെച്ച്, മട്ടൺ മന്തി. ഇദ്ദേഹമാണ് ആ മനുഷ്യൻ. മട്ടൺ മാത്രമല്ല, എന്നെ കൊണ്ടുപോയി എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തർക്കും ഗിഫ്റ്റ് തന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ 3 പെട്ടി നിറച്ച് സാധനങ്ങളായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഇനി പ്രാവശ്യം തിരിച്ച് പോയതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി പോയതാണ്. ഞാൻ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു നോക്കും 3 പെട്ടി. വരുന്ന വഴിക്ക് ഒരു രസം ഉണ്ടായിട്ടോ. റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള എയർ അറേബ്യ ഫ്ലൈറ്റിലാണ്. ഇന്നത്തെ ഈ ഫ്ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ പൈലറ്റിന്റെ ഫാമിലി ഇതിലുണ്ട്. പൈലറ്റിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പൈലറ്റ്. വെരി എക്സൈറ്റഡ് ടു മീറ്റ് യു. 10-12 ദിവസമാണ് ഞാൻ ഈ കാണിച്ചത്. ഇനി ഇതിങ്ങനെ അടുത്ത ആഴ്ച ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഖത്തർ പരിപാടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്നത് ഇതിലൊക്കെ എവിടുന്ന് ഇങ്ങനെയൊക്കെ സമയം കിട്ടുന്നത് എന്നൊക്കെ. നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും. ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ നിർബന്ധമായും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എല്ലാതും ഞാൻ കൃത്യമായി എഴുതി വയ്ക്കുകയും കൃത്യമായി
പിന്നെ പിറ്റേ ദിവസം എടുക്കേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും എത്ര പ്രാവശ്യം എടുത്ത ക്ലാസ് ആണെങ്കിൽ പോലും ഞാൻ 2 മണിക്കൂറെങ്കിലും യാത്രയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുള്ളൂ. ക്ലാസ്സിൻ്റെ ഉത്തരവാദിത്വം ഞാൻ കാണിക്കാം. ഓക്കെ, ഇതുകൊണ്ടാണ് എന്നെ ഫോൺ ചെയ്താലൊന്നും കിട്ടാത്തത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം. ബൈ.